നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ ഇനി ലഭിക്കാത്ത ആളുടെ പേരും പഞ്ചായത്തിൽ നിന്ന് അറിയാൻ സാധിക്കും. അതിനെല്ലാം കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസ് കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പറയാറുണ്ട് കമന്റ് ബോക്സിലെല്ലാം. അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷനെ കുറിച്ചാണ്. ഡിസംബർ 30 മുമ്പായി തന്നെ, ക്രിസ്മസിന് മുമ്പായി തന്നെ നമുക്ക് പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒരു ദിവസങ്ങളിൽ തന്നെ 2 മാസത്തെ പെൻഷൻ 3600 രൂപ നമുക്ക് ലഭിക്കും. അക്കൗണ്ടിൽ വരുന്ന ആളുകൾക്ക് അങ്ങനെയും അല്ല, കയ്യിൽ നേരിട്ട് ലഭിക്കുന്ന ആളുകൾക്ക് ഏതായാലും ക്രിസ്മസിന് മുമ്പായി തന്നെ നമ്മുടെ പെൻഷൻ നമ്മുടെ കൈകളിലെത്തും. അതിനുള്ള എല്ലാ നടപടികളും ഇപ്പോൾ സർക്കാർ പൂർത്തിയാക്കി വരികയാണ്. ഇനി മറ്റൊരു കാര്യം, പെൻഷൻ കിട്ടാത്ത ആളുകളുടെ പേരുകളാണ്. അനധികൃതമായി പല ആളുകളും പെൻഷൻ കൈപ്പറ്റുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി പെൻഷൻ ലഭിക്കുകയില്ല. അവരുടെ ലിസ്റ്റ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കും. ആർക്കെല്ലാമാണ് പെൻഷൻ ലഭിക്കാത്തത് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ പോർട്ടൽ വഴി നമുക്ക് അറിയാൻ സാധിക്കും. പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ കിട്ടാത്ത ആളുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. എല്ലാ വർഷവും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പെൻഷൻ ID ലഭിച്ചത് അന്ന് മുതൽ ഓരോ വർഷവും നമ്മൾ കറക്റ്റായി നമ്മൾ പെൻഷൻ മസ്റ്ററിങ് അതാത് സമയങ്ങളിൽ ചെയ്യണം. സർക്കാർ ഓരോ സമയങ്ങളിൽ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശമനുസരിച്ച് ഓരോ വർഷത്തിലൊരിക്കലാണ് മസ്റ്ററിങ് ഉണ്ടാകാറ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയായിരുന്നു മസ്റ്ററിങ് ഉണ്ടായിരുന്നത്. ഇക്കൊല്ലത്തെ മസ്റ്ററിങ് പൂർത്തിയായിട്ടുണ്ട്. ഇതുവരെ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് ഇനി പെൻഷൻ ലഭിക്കുകയില്ല. മസ്റ്ററിനെ കുറിച്ച് അറിയാത്ത ആളുകൾ, അതുപോലെ തന്നെ മരണപ്പെട്ട ആളുകൾ, വിദേശത്തുള്ള ആളുകൾ എന്നിവരെല്ലാമാണ് ആ ലിസ്റ്റിലുള്ളത്. അതുപോലെ തന്നെ വളരെ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് 60 വയസ്സിന് മുമ്പുള്ള വിധവ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ. അവർ എല്ലാ വർഷവും നിർബന്ധമായും പുനർവായുതല്ലാതെ സർട്ടിഫിക്കറ്റ് നൽകണം. അങ്ങനെ ചെയ്യാത്ത ആളുകൾക്കും തുടർന്നും പെൻഷൻ ലഭിക്കുകയില്ല. മറ്റൊരു കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ്. അങ്ങനെ ചെയ്യാത്ത ആളുകൾക്കും ഇനിയും പെൻഷൻ ലഭിക്കുകയില്ല. പിന്നീട് എന്തെങ്കിലും പരാതി മൂലമോ അല്ലെങ്കിൽ അവർ അന്വേഷണത്തിലോ കണ്ടെത്തിയ 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ, 4 ചക്ര വാഹനമുള്ള ആളുകൾ, അങ്ങനെ പലരും പെൻഷനിൽ നിന്നും ഒഴിവായിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാവരുടെയും ലിസ്റ്റ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ പെൻഷൻ തിരച്ചിൽ നിന്ന് വെബ്സൈറ്റിൽ അടിച്ചു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പെൻഷൻ ID ആധാർ നമ്പറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ പെൻഷൻ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. ആക്റ്റീവ് ആണോ അല്ല ഡീആക്റ്റീവ് ആണോ എന്നുള്ള കാര്യമെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.